കാലയളം തീർക്കുന്ന ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത്. ഇവരൊക്കെയും സബ് ജില്ല, ജില്ലാ തലങ്ങളിൽ നിരവധി പ്രൈസുകൾ വാരിക്കൂട്ടിയ കുട്ടികളാണ്. അതിലുപരി ഇവരൊക്കെ ഒരു മാഷിയുടെ കീഴിലാണ് പഠിക്കുന്നത്. ഈ മാഷും ചില്ലറക്കാരനല്ല കേട്ടോ, മാഷും പല അവാർഡുകളും ഒക്കെ കിട്ടിയാണ്. അതിനുപരി കലോത്സവത്തിൻ്റെ സിമ്പിൾ ഡിസൈൻ ചെയ്തത് മാഷാണ്. അതുമാതിരി തന്നെ 5ാം ക്ലാസ് 3ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ പാഠപുസ്തകത്തിൽ കുറച്ച് ചിത്രരചനയൊക്കെ സാർക്കുണ്ട്. അപ്പം നമുക്ക് സാറോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ സർ. നമസ്കാരം. സാറ് പേരെന്തായിരുന്നു? വിപിൻനാഥ്. സാർക്ക് ഇപ്പം എങ്ങനെ ഇവരൊക്കെ എങ്ങനെ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഒരു ചിത്രകലാധ്യാപകനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഞാനൊരു ഗൈഡ് മാത്രമാണ്. കുട്ടികളുടെ കഴിവുകൊണ്ടാണ് അവരുടെ സ്കെച്ചുകൾ ഒരുപാട് വരച്ച് അവരെ ഈ ലെവലിലേക്ക് എത്തിയതാണ്. ഇപ്പോൾ നമ്മുടെ വരപ്പട എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്, ആർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് വരപ്പട എന്ന് പറഞ്ഞ ടീമുണ്ട്. ഈ ടീമാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ 10 ഇനങ്ങളിലായിട്ട് 8 എണ്ണത്തിൽ ഒരു ഫസ്റ്റാണ്. 1 സെക്കൻഡും 1 തേർഡും എല്ലാവരും പ്ലേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ലൊരു പെർഫോമൻസ് ജില്ലാ കലോത്സവത്തിലും നമ്മുടെ കുട്ടികളൊക്കെ നേടിയിട്ടുണ്ട്. 8 ഇനങ്ങളിൽ എ ഗ്രേഡ് ഉണ്ട്. അതിൽ 4 ഇനങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് ഫസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമാണ്. സാർ ഭയങ്കര പ്രൗഡായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിലായിരിക്കും പരിചയപ്പെടാം. ഇതാരാണ്? ഞാൻ വിപിൻ്റെ ആദ്യത്തെ +2 ബാച്ചിലെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് വിപിനുണ്ട്. വല്ലപ്പുഴ സ്കൂളിൽ എൻ്റെ സ്റ്റുഡൻ്റാണ്, ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അതെ. ഞാൻ അവിടെ തന്നെ ഫിസിക്സ് അധ്യാപകനാണ്, പ്ലസ് ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. സീന, ഈ സ്കൂളിലെ HM. ഞാൻ ഈ സ്കൂളിലെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ആര്യ. ഞങ്ങളെല്ലാവരും അങ്ങേയറ്റം സപ്പോർട്ടാണ്. സാധാരണ ഒരു കലോത്സവങ്ങളിൽ നൃത്ത വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിലൊക്കെ സാധാരണ നല്ലോണം ഒരുപാട് പേര് ട്രെയിൻ ചെയ്തും അങ്ങനെയൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കും. വിപിൻനാഥ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ, കഴിവുള്ള കുട്ടികളെ തിരഞ്ഞ് കണ്ടെത്തി ട്രെയിൻ ചെയ്ത് ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ സബ് ജില്ലാ തലത്തിലെ എല്ലാ ചിത്രകലാ വിഭാഗങ്ങളിലും നമ്മുടെ കുട്ടികളാണ് ഫസ്റ്റായി വരുന്നത്. അങ്ങനെ സ്കൂളിന് ചിത്രകല എന്നുള്ള ആ ഒരു ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആ കുട്ടികളെ വളർത്തിയെടുത്തത് വിപിൻനാഥാണ്. സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള അഭിമാനവും വിപിൻനാഥ് തന്നെ. അഭിമാനത്തോടെ. ഞാൻ സുനിതകുമാരി, ഡെപ്യൂട്ടി HM ആണ്. നമസ്കാരം, എൻ്റെ ഒരു വിനയൻ. ഇവിടുത്തെ ഒരു കുട്ടിയുടെ പാരന്റാണ്, തൊട്ടപ്പുറത്തെ സ്കൂളിലെ മാനേജറുമാണ്, പെരുമാൾ LP സ്കൂളിന്റെ. നമ്മുടെ മിന്നും താരങ്ങളെന്ന് അവരാണ് ഇതിന്റെ കരുത്ത്. ഞാൻ സുദീപ്, ഇവിടെ +1 പഠിക്കുന്നു. ഞാൻ കൊളാഷിലും കാർട്ടൂണിലാണ് പങ്കെടുത്ത്. കാർട്ടൂണിൽ സെക്കൻഡായി, കൊളാഷിൽ ഫസ്റ്റ് കിട്ടി. ഇല്ല. കൊളാഷിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആർദ്ര, +2 പഠിക്കുന്നു. ഞാൻ ഓയിൽ പെയിന്റും പെൻസിൽ ഡ്രോയിങ്ങിനാണ് പങ്കെടുത്തിരുന്നത്. 2നും ഫസ്റ്റ് ഉണ്ട്. പങ്കെടുത്തായിരുന്നു. കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം പെൻസിൽ ഡ്രോയിങ് സ്റ്റേറ്റിൽ പോയി, A ഗ്രേഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞെല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു 3ാം ക്ലാസ് തൊട്ടിട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. മാഷിന്റെ അടുത്തേക്ക് ഞാൻ ഇവിടെ ഒരു 8ാം ക്ലാസ്സിക്ക് വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. സെറ്റാണ്. നല്ല മാഷിന്റെ സപ്പോർട്ടാണ് എല്ലാരും. ഇങ്ങനെ A ഗ്രേഡ് ഉണ്ട്. എൻ്റെ പേര് സിയ, 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിനും കാർട്ടൂണും ആയിരുന്നു പങ്കെടുത്ത്. പെൻസിൽ ഡ്രോയിങ്ങിന് A ഗ്രേഡും കാർട്ടൂൺ ഫസ്റ്റും കിട്ടി. രാമായണം ചിത്രപരമ്പരയുടെ അവതരിച്ച് വരയ്ക്കുന്നു. എൻ്റെ പേര് ഹിമ. ഞാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. ഞാൻ ഇപ്പോൾ വാട്ടർ കളറിനാണ് പങ്കെടുത്തത്. ജില്ലയിലെ A ഗ്രേഡ് ഉണ്ട്. നേരത്തെ പഠിക്കുന്നതാണോ? അതെ. എത്രയും സാറ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് 8ാം ക്ലാസ്സിലാണ് വന്നത്. വിപിൻ മാഷ് 8ാം ക്ലാസ് തൊട്ടിട്ട് പഠിക്കും. കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പോയതാണോ? കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പോയി. 2 പെൻസിൽ ഡ്രോയിങ്ങിലും വാട്ടർ കളറിനും സ്റ്റേറ്റിൽ കിട്ടല്. ഉഷാറായി പറ. സൗരഭ്, 8ല്.
എന്തൊക്കെ അച്ചീവ്മെന്റ്സ് എന്തിലൊക്കെ പങ്കെടുത്തു? അച്ചീവ്മെന്റ് സബ് ജില്ലയിൽ തേർഡ് കിട്ടി. അത്രയാണ്. വേറെ എന്തിലും പങ്കെടുത്തത്? ഡ്രോയിങ് വാട്ടർ കളർ. എൻ്റെ പേര് നിതിൻ. ഞാൻ ഇവിടെ 8ലാ പഠിക്കുന്നത്. എന്തിലൊക്കെ പങ്കെടുത്തത്? ഓയിൽ പെയിന്റിങ്ങിന് സമ്മാനം ഉണ്ടോ? സെക്കൻഡ് കിട്ടി ഉപജില്ലയിൽ. വയനാടിന്റെ ഒരു ചിത്രം വരച്ചായിരുന്നു, അത് ഭയങ്കര വൈറലായിരുന്നു. മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തൊരു ചിത്രമായിരുന്നു. ഇവര് ഇൻബോൺ ടാലന്റ് ഉള്ളവരാണ്. അപ്പൊ അതാണ് മെയിൻ. പിന്നെ അവരെ പരിശീലനം, അവര് മാക്സിമം വർക്ക് ചെയ്യാറുണ്ട്. നമ്മളൊന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് വരച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്, അവര് വർക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേറ്റ് കലോത്സവത്തിൽ നമ്മുടെ പാലക്കാടിന്റെ കപ്പിലേക്ക് കൊണ്ടുപോകാൻ അവരുടേതായ സംഭാവനകൾ നൽകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇനിയുള്ള പരിശ്രമങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിവിടെ ചിത്രകലയുടെ ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു നിറക്കൂട്ട് അഖില കേരള ചിത്രരചനാ മത്സരം നടത്തിയിരുന്നു. ഏകദേശം ഒരു 450ഓളം കുട്ടികൾ അതിൽ പങ്കെടുത്തു. അതുപോലെ ഒരു ക്യാമ്പ് കഴിഞ്ഞ ഒരു 2 മാസം മുൻപ് കോലുമുട്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കുട്ടിവര ഗ്യാങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരുപാട് ചിത്രകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം നടത്തി. ഇനിയും അതേപോലെ തന്നെ എക്സിബിഷൻസും കാര്യങ്ങളും നടത്തണമെന്നാണ്. നമ്മുടെ ഈ 4 ഭാഗമൊക്കെ വരച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ എല്ലാ കുട്ടികളാണ്. ആർട്സ് ക്ലബിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ്. ഒരുപാട് നമ്മുടെ ഈ ഒരു ഭാഗം വാർലി പെയിന്റിങ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞതിൽ സന്തോഷം. സാർ ജേർണി ഇങ്ങനെ തന്നെ നടന്നു പോട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഇനി ഫ്യൂച്ചർക്ക്. ഓഹോ, വളരെ സന്തോഷമുണ്ട്. കാരണം വിപി മാഷ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. അത് ചിത്രകലയിലായാലും എന്തിനായാലും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു മാഷാണ്. അത് ഏത് കാര്യത്തിലായാലും കലോത്സവം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാഷയുടെ കയ്യിൽ ഭദ്രമാണ്. അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. നന്നായി ഇനിയും ഇതുവരെ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടട്ടെ. വിദ്യയുടെ മാണിക്യ വിത്ത് വിതയ്ക്കുന്ന AUP സ്കൂൾ ശ്രീകൃഷ്ണപുരം.